ഫൈസയുടെ പ്രപ്പോസൽ വായിച്ചപ്പോൾ മുതലേ ഞാനിങ്ങനെ ആലോചിച്ചതാ, എന്തുകൊണ്ടായിരിക്കും അബ്ദുറഹ്മാൻ സാഹിബ്? സർ, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് വായിച്ച പുസ്തകം തന്നെ ഉപ്പൂപ്പ് എഴുതിയ സാഹിബിന്റെ ജീവചരിത്രമാണ്. പാലിയത്ത് ആലിക്കോയ മുസ്ലിയാരുടെ പേരക്കുട്ടി പിന്നെ ഏത് പുസ്തകമാണ് ആദ്യം വായിച്ചു തുടങ്ങുകയല്ലേ? ഇപ്പോഴും അബ്ദുറഹ്മാൻ സാഹിബിന്റെ വിഷയത്തിൽ എൻ്റെ ഫസ്റ്റ് റെഫറൻസ് ആലിക്കോയ മുസ്ലിയാരുടെ പുസ്തകങ്ങളാണ്. എങ്ങനെയുണ്ട് മുസ്ലിയാരുടെ ഹെൽത്തൊക്കെ? വാർദ്ധക്യത്തിൻ്റെതായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പോഴും പരസഹായത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഉപ്പൂപ്പ് എപ്പോഴും വായിക്കലും എഴുതലൊക്കെ ഉണ്ട്. അല്ല, ഈ വിഷയത്തിൽ വേർ ഇസ് യുവർ ഫോക്കസ്? സർ, സ്വാതന്ത്ര്യ സമരകാലത്ത് മതത്തിന്റെ പേരും പറഞ്ഞ് പാകിസ്ഥാൻ വാദം സജീവമായപ്പോൾ മലബാറിലുള്ളവരും അതിനോട് വൈകാരികമായി യോജിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് ജീവിക്കുന്ന ഇന്ത്യയാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞ് അവരെ അടക്കി നിർത്തിയത് അബ്ദുറഹ്മാൻ സാഹിബായിരുന്നു. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഫോക്കസ്. അതിന്റെ പേരിൽ മതതീവ്രവാദികളിൽ നിന്നൊക്കെ ഒരുപാട് പീഡനങ്ങൾ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലേ? അതെ. അന്ന് അവരുയർത്തിയൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, അത് അറിയാമോ ഫൈസയ്ക്ക്? 10 ഇഞ്ച് കത്തി കൊണ്ട് കുത്തി വാങ്ങും പാകിസ്ഥാൻ. പാകിസ്ഥാൻ. യെസ്. അതുകൂടാതെ ഈ മലബാറിലെ ഖിലാഫത്ത് സമരം അക്രമത്തിലേക്ക് നീങ്ങിയപ്പോൾ ഈ മാപ്പിളമാരെ തടഞ്ഞു നിർത്തിയതും സാഹിബാ. ആയുധം എടുത്ത മാപ്പിളമാരോട് അതേ ഒരു കാളവണ്ടിയുടെ പുറത്ത് കയറി നിന്ന് നടത്തിയൊരു പ്രസംഗമുണ്ട്. ഈ ആവേശം മൂത്ത് കണ്ണ് കാണാതായവർക്ക് ഒരു തിരിച്ചറിവായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. പ്രസംഗം തീർന്നപ്പോഴേക്കും ആയുധം എടുത്തവരൊക്കെ അതെല്ലാം താഴെ ഇട്ടു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്നത്തെ തലമുറയിൽ എത്ര പേർക്ക് അറിയാം അബ്ദുറഹ്മാൻ സാഹിബിനെ? ശരിയാണ് സർ, നമ്മുടെ നാട്ടിൽ സെക്യുലർ സ്പേസസ് വല്ലാതെ കുറഞ്ഞു വരുന്നൊരു സമയമാണിത്. അപ്പോൾ ന്യൂ ജനറേഷൻ സാഹിബിനെ ഇനിയും കൂടുതൽ അറിയണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഒരു റിസർച്ച് സബ്ജക്റ്റ് ആയിട്ട് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. വെരി ഗുഡ്. ആദ്യം വായിച്ച പുസ്തകത്തിൽ തന്നെ ഗവേഷണം അല്ലേ? വെരി ഇൻട്രസ്റ്റിംഗ്. തൻ്റെ ഗൈഡ് ഞാനല്ല, തൻ്റെ ഉപ്പുപ്പ തന്നെയാണ്. ഞാൻ വെറും ഒരു ഫെസിലിറ്റേറ്റർ മാത്രം. പിന്നെ മതപരമായ ഐഡൻറ്റിറ്റി കൂടി ഇതിൽ വിഷയമാവുന്നതുകൊണ്ട് പുതിയ പഠന മാതൃകകൾ ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ സർ. മുസ്ലിംസ് എഗെയിൻസ്റ്റ് പാർട്ടീഷൻ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്, ഷംസുൽ ഇസ്ലാമിൻ്റെ. ഷംസുൽ ഇസ്ലാം. എക്സാക്ട്ലി, യു മേ റെഫർ ദാറ്റ്. ഡെഫിനറ്റ്ലി. ഫൈസയുടെ പ്രോജക്റ്റിലൊരു അന്വേഷണമുണ്ട്, ആ തീ കെടാതെ നോക്കണം കേട്ടോ. ഷുവർ സർ. പിന്നെ ഗവേഷണം നല്ല പാടുള്ള പണിയാ, ഒറ്റയ്ക്കായിരിക്കും പലപ്പോഴും. അതിൻ്റെ ഇടയ്ക്ക് പഠിപ്പിക്കാനോ കോർപ്പറേറ്റ് ജോലിക്കോ പോകരുത്. സർ, JRF ഉള്ളതുകൊണ്ട് പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അതും കൂടെ കണ്ടിട്ടാണ് ഞാൻ പിന്നെ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കല്യാണം അതൊക്കെ ഒരു അന്താരാഷ്ട്ര പ്രശ്നമായി മാറും. ഞാൻ അവിടെ ഇല്ലെങ്കിൽ പിന്നെ അത് അവർ ഓർക്കൂലും ഇല്ല. അപ്പം നല്ല പ്ലാൻഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? അങ്ങനെയല്ല, ഞാനൊരു തമാശ പറഞ്ഞതാ. പിന്നെ ഹോസ്റ്റലിൻ്റെ അലോട്ട്മെൻ്റ് ഒക്കെ കുറച്ച് ലേറ്റ് ആവും. ഞാൻ തൽക്കാലത്തൊക്കെ വേറൊരു അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അമൽ, कोई नहीं तुम्हारा है, बीसी कितना कमजोर है, कैंपस में भटकता चोर है, बीसी कितना कमजोर है, कैंपस में भटकता चोर है, बीसी तू इतना न्यारा है, कोई नहीं तुम्हारा है, मोहन कैंपस का उजाला है, तेरी बारी है, जारी है, यूनिटी जिंदाबाद, यूनिटी जिंदाबाद। तुलसा, वो पुदवाल सर ने बोला था ना एक लड़की के बारे में, वो आई 1 सेकंड तो बात करके। स्टूडेंट यूनिटी जिंदाबाद, जिंदाबाद। बीसी तू अब बाहर जा, बीसी तू अब बाहर जा, कुर्सी अपनी भूल जा, कुर्सी अपनी भूल जा। Hi, I'm Tulsa. I'm Faiza. Did you know Putwal sir from back home? No, I have only heard about him. He's an extraordinary genius. He's one of the living authorities of Indian political history, you know. Chalo ho gaya. Thank you. It is yours. Thank you. That is why I wanted to come to this university to do research, you know. Who is that student leader? Oh, that's Amal. Amal. He's the university union chairman. And he's also my best friend. We want justice for Zindabad, Zindabad, students unity Zindabad, students unity Zindabad, students unity Zindabad. We want justice, justice for Rohan. BC से मिलना, वो यहाँ पर नहीं है, BC से बात करना है, वो मीटिंग में गए हैं। बस एक सेकंड, stop.
स्टॉप, मैंने कहा ना वो यहाँ नहीं है। उनको बुलाइए। वो यहाँ पर नहीं है, वो मीटिंग में गया है। तो हम किससे बात करें? पीवीसी साहब को मिलने के लिए बोला है, वो यहाँ पर नहीं है। सर, रोहन इशू। സർ, ഇത് ആദ്യത്തെ സംഭവമല്ല സർ. ദളിത് പിന്നോക്ക വിദ്യാർത്ഥികളോട് യൂണിവേഴ്സിറ്റി മറ്റൊരു മുഖമാണ് കാണിച്ചു വരുന്നത്. ആൻഡ് ദിസ് ഇസ് പാർട്ട് ഓഫ് എ വെരി ക്ലിയർ പൊളിറ്റിക്കൽ അജണ്ട. ഒരു പർട്ടിക്കുലർ സെഗ്മെന്റിലെ സ്റ്റുഡൻസിനെ മാത്രം ക്യാമ്പസിൽ നിന്ന് അടിച്ചോടിക്കാനുള്ള ശ്രമമാണിത്. സർ, റോഹനെ പോലുള്ളൊരു സ്റ്റുഡൻറ്റിന് ഈ സ്റ്റൈപ്പൻഡ് മുടങ്ങിയാൽ ഉണ്ടാവുന്ന ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ സാറിന് നന്നായിട്ട് അറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്നത് ക്രൂരതയല്ലേ സാർ? അവന് കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സെക്യൂരിറ്റിയാണ് നിങ്ങൾ ബോധപൂർവ്വം ഇല്ലാതാക്കുന്നത്. ഇത് ഞങ്ങൾക്ക് മാത്രം തീരുമാനമെടുക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇറ്റ്സ് ബിയോണ്ട് അവർ കൺട്രോൾ. ബട്ട് യു മേ അപ്രോച്ച് ഹയർ അതോറിറ്റീസ്. സർ, നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഒരു പാവപ്പെട്ട സ്റ്റുഡൻറ്റിൻ്റെ കാര്യത്തിലെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സാർ ഈ പദവിയൊക്കെ ഒരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്നത്? അതെ, എനിക്കെന്താണ് അലങ്കാരം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് താൻ എന്നെ പഠിപ്പിക്കേണ്ടവല്ലേ? ചെല്. സാർ, ക്യാമ്പസിനെ ഒരു അജിറ്റേറ്റഡ് മൂഡിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ല. ഇത് സാറ് ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുകയാണ്. അതുപോലെ ഈ ഇഷ്യൂ ഈ യൂണിവേഴ്സിറ്റിയിൽ മാത്രമായിട്ട് നിന്ന് പോകുന്ന സാർ വിചാരിക്കേണ്ട. ഇത് ഈ രാജ്യം മുഴുവൻ അറിയും. ഞങ്ങൾ അറിയിക്കും. അജയ, ഇनसे बात करने से कोई फायदा नहीं. आजा. मेरा भी किसी स्पोर्ट्स कोटे में डाल सुशील दो। भाई, हमने अपना नेतृत्व फिर से साबित कर दिया. स्टूडेंट यूनियन की स्ट्राइक से पीवीसी पे कोई फर्क नहीं पड़ा, समझे? कुछ नहीं उखाड़ पाएंगे. बिल्कुल. हमारे जो नेशनल लीडर्स हैं ना, खूब अच्छे से समझते हैं इस मुद्दे को कैसे कायम किया जाए. ये जो दलित और माइनॉरिटीज़ के नाम पे जो हल्ला मच रहा है ना, सब खत्म हो गए. सही बात. इस कैंपस को ना अनुशासन की ज़रूरत है. अरे ये साउथ इंडियंस है ना, यही सबसे बड़ी प्रॉब्लम है, स्पेशली जो केरला से आते हैं. एक तो वो सारे एग्जाम्स इजीली क्लियर कर लेते हैं और ऊपर से सबके सब अच्छा, तो हम भी एंट्रेंस पास करके आए देशद्रोही है ना? नहीं, तुम लोग नहीं. सॉरी गाइस, यू गाइस आर एक्सेप्शन. ബട്ട് ഇറ്റ്സ് ട്രൂ. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് യൂത്തിന് അംഗീകാരം കിട്ടാൻ നമ്മുടെ ക്യാമ്പസിനാണ് അവർ യൂസ് ചെയ്യുന്നത്. അതിനായി പ്രത്യേക റിക്രൂട്ട്മെന്റ് പോലും ഇവിടെ നടക്കുന്നുണ്ട്. അതിനെ കൃത്യമായി കണ്ടുപിടിച്ച് നശിപ്പിക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അമ്മ, അസ്സലാമു അലൈക്കും. ഞാൻ കുളിച്ചു, എന്താ അപ്പം നിസ്കരിച്ചു, ഭക്ഷണം കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. അല്ല ഉമ്മ, ഞാൻ ഇത് വീഡിയോ കോൾ ആക്കട്ടെ? നിങ്ങൾക്ക് എന്റെ റൂം കാണണ്ടേ? അല്ലോ, വീഡിയോ കോൾ ഒന്നും ആക്കല്ലേ മോളെ. ഉമ്മ ആ വേർത്ത് കുളിച്ച് നിൽക്കാണ്. അയ്യേ, എന്താ ഉമ്മ, അതൊന്നും കുഴപ്പമില്ലാന്ന്. നിങ്ങൾ എപ്പോ കണ്ടാലും സുന്ദരിയല്ലേ? ആ നിക്ക് നിക്ക് നിക്ക്, ഉമ്മച്ചി തട്ടൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. ആ ഉമ്മ, ദാ ഇതാണ് എന്റെ 5 സ്റ്റാർ ഹോസ്റ്റൽ റൂം. ഓ ഉമ്മ ഒരു സെക്കൻഡേ. ആ ദാ ഇതാണ് എന്റെ റൂംമേറ്റ് തുൾസ. ഹായ് ഉമ്മ. ആയ്. സുഖം തന്നല്ലേ? ആ സുഖം തന്നെ മോളെ. അതെ, തുൾസ ഇവിടുന്നല്ല, ഉത്തരാഖണ്ഡിൽ നിന്നാണേ. അപ്പോൾ ഓൾക്ക് പക്ഷേ ഇവിടെ മുഴുവൻ മലയാളി സുഹൃത്തുക്കളാണ്, അതുകൊണ്ട് നല്ലോണം അറിയാം മലയാളം. ആ